നമ്മുടെ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വാങ്ങലുകൾ പ്രധാനപ്പെട്ടത് സ്വർണ്ണമാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ ഇതൊന്നും നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നതല്ലാത്തത് കൊണ്ട് ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഉപഭോഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് രാജ്യം പിന്നോക്കം പോകത്തില്ല. അപ്പോൾ അത് ഓരോ വ്യക്തിയും ചെയ്യുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ ആകുന്ന സമയത്ത് പോലും നമുക്കെല്ലാം സ്വസ്ഥമായിട്ടും ഒരുമാതിരി നമ്മുടെ പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ളൊരു സാഹചര്യത്തിലോട്ട് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത കാലത്ത് സംഭവിക്കുന്ന അല്ല, എന്നാലും വരുന്ന 6 മാസത്തിനുള്ളിൽ എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ഒന്ന് പാലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഭക്ഷ്യ വസ്തുക്കൾ കഴിവതും നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ വിദേശങ്ങളിലേക്ക് കയറ്റുമതി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം ഈ വില കുറയും, ഭക്ഷ്യവസ്തുക്കൾ വില കുറയും. പക്ഷേ ഡീസലിനും പെട്രോളിനും വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ദൂര ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന, അതായത് തമിഴ്നാട്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വില കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രദേശത്ത് തന്നെ, നമ്മുടെ ചുറ്റും തന്നെ കഴിവതും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ നമുക്ക് വലിയ വില കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ടെങ്കിൽ അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക. ക്ഷാമകാലത്തിലേക്ക് നമുക്ക് ഉപകരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ അധികം അവൈലബിൾ ആയിട്ടുള്ള മാങ്ങ, ചക്ക അതുപോലുള്ള സാധനങ്ങളൊക്കെ പ്രിസർവ് ചെയ്യുക. അത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നത് ഉണക്കി സൂക്ഷിക്കുക. പണ്ട് ഉള്ള ജനതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാർ എല്ലാം ചെയ്തിരുന്ന കാര്യങ്ങളാണിതൊക്കെ. അതൊക്കെ ചെയ്തത് കൊണ്ട് ഇന്നത്തെ തലമുറ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പട്ടിണിയെ തരണം ചെയ്തിട്ടുണ്ട് അനേകം തവണ സംസ്ഥാനങ്ങളായാലും രാജ്യങ്ങളായാലും പട്ടിണിയെ തരണം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം മുഖ്യമന്ത്രി ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം മുഖ്യമന്ത്രിയെ തപ്പി ഒത്തിരി ദിവസം കൊണ്ട് നമ്മൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും നമുക്ക് നിലനിൽക്കാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, നമ്മുടെ തലയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രി ഇല്ലാതെ തന്നെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. ഓരോ പൗരനും അതിന് കേപ്പബിളാണ്, അവനവനെ നിലനിർത്താൻ കേപ്പബിളാണ്. അപ്പം ഒരു മുഖ്യമന്ത്രി നയിച്ചില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്ന ഒന്നുമില്ല. കാര്യം അത് ബദൽ സംവിധാനങ്ങൾ അനേകം ഈ പറയുന്ന ഭരണഘടനയ്ക്കകത്തിലുണ്ട്. അപ്പോൾ ആ ബദൽ സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഡെമ്മി പീസാണെന്നുള്ളത് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇല്ലാതിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ. അപ്പം അത് ഇങ്ങനെ നമ്മൾ ആ ഒരു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാതെ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ക്രൈസിസ് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിവതും ഇലക്ട്രിക് വെഹിക്കിളുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഊർജ വസ്തുക്കളെ, ഇപ്പോൾ വിജയിയൊക്കെ വന്നിട്ട് എന്ത് വിവരക്കേടാണ് പറയുന്നത്, ഊർജ വസ്തുക്കളെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഊർജ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഊർജ വസ്തുക്കൾ ഫ്രീ ആയിട്ട് കൊടുക്കരുത്. ഊർജത്തിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ആ വാല്യൂ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ, വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒരു ഭരണാധികാരിയും നടത്താൻ പാടില്ല. കാര്യം ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു 200 യൂണിറ്റ് വൈദ്യുതി അവനെങ്ങനെയും ദുരുപയോഗം ചെയ്യും. ചിലപ്പോൾ അവൻ AC ഓണാക്കിയിട്ടിട്ട് മുറിക്ക് പുറത്ത് പോകുന്ന ശീലത്തിലേക്ക് അവൻ വരും. അതുപോലെ തന്നെ ലൈറ്റ് ഓണാക്കിയിട്ടിട്ട് പുറത്ത് പോകുന്ന ശീലം വരും.
ഫാനും എല്ലാം ഓണാക്കിയിട്ട് വൈദ്യുതിയെ പാഴാക്കി കളയുന്ന ഒരു ദുർശീലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഭരണാധികാരികളാണ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തര പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ നമുക്ക് ഊർജ്ജം എന്ന് പറയുന്ന സാധനം പല രീതിയിൽ നമ്മുടെ ഒരു മദർലി പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഊർജ്ജം. അതായത് ഭഗവതിയെ ശക്തി എന്ന് പറയത്തില്ലേ, ശക്തി എന്ന് തന്നെയാണ് ഊർജ്ജം. അപ്പോൾ ആ ഊർജ്ജത്തിനെ ഒരിക്കലും വെറുതെ കൊടുക്കാനോ വെറുതെ നശിപ്പിക്കാനോ പാടില്ല. അപ്പോൾ ആ ഊർജ്ജത്തിനെ നമ്മൾ വളരെ കണ്ണിങ്ങായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കെല്ലാ കാലത്തും ഈ വസ്തുക്കളൊക്കെ കാണും. അല്ലെങ്കിൽ വെറും വിഡ്ഢികളായിട്ട് ജീവിക്കാൻ സാഹചര്യം കിട്ടത്തില്ല. അതിന് മുമ്പേ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ലോകത്തു നിന്ന് നമുക്ക് ഒളിച്ചോടേണ്ട ഗതികേട് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കണ്ണിങ്ങായിട്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെ ഒന്നിനെയും പാഴാക്കി കളയാതെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ച് കൊണ്ടുപോവുക. ഡീസല്, പെട്രോള് അതുപോലുള്ള ഊർജ്ജ വസ്തുക്കളെ നമ്മൾ വളരെ കണ്ണിങ്ങായിട്ട് കൈകാര്യം ചെയ്യണം. ജലം, പ്രധാനപ്പെട്ട ജലം പമ്പ് ചെയ്ത് ജലം മഴവെള്ളത്തിൽ കൂടെ കിട്ടുമെങ്കിലും മഴയുണ്ടെങ്കിൽ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് പമ്പ് ചെയ്ത് വരണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ അത് ഊർജ്ജത്തിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ എല്ലായിടത്തും ഊർജ്ജത്തിൻ്റെ കളികളാണ് നടക്കുന്നത്. അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയുടെ കളികളാണ്, ഭഗവതിയുടെ കളികളാണ്. ശക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീ എനർജിയാണ്. സ്ത്രീയാണ് ശരിക്കും എനർജി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പോലും ആ ഊർജ്ജത്തിൻ്റെ വിനിയോഗം കൃത്യമായിരിക്കണം. വേണ്ടാത്തടത്ത് പോയി സംസാരിക്കരുത്, വിഡ്ഢിത്തരം സംസാരിക്കരുത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ വളരെ കണ്ണിങ്ങായിട്ട് ജീവിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഒരു നോട്ട് നിരോധനത്തിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ നമ്മൾ ഞെട്ടിയതുപോലെ ഞെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇച്ചിരി മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞേക്കുക. അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു പ്രശ്നത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഭയക്കണ്ടല്ലോ, പാനിക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഇത് നേരത്തെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കനുസരിച്ചാൽ നമുക്ക് ഗുണമുണ്ട്. അപ്പോൾ അവനവൻ്റെ ഊർജ്ജത്തെ സംരക്ഷിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള വീട്ടിലുള്ള ഊർജ്ജത്തെ, വസ്തുക്കളെ, ആഹാരത്തെ എല്ലാത്തിനെയും കണ്ടെത്തുക, അതിനെ പ്രിസർവ് ചെയ്യുകയും സൂക്ഷിക്കുകയും വളരെ കണ്ണിങ്ങായിട്ട് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും താങ്ക് യു.